ഒരു വീഡിയോയിൽ കിട്ടില്ല അല്ലെങ്കിൽ ദിവസം ഇങ്ങനത്തെ സാധനം നീ ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ എന്താ സംഭവം എങ്ങനെ ശബ്ദം വരുമത് 2010 ദിവസമാണ് പുറത്തേക്ക് വന്നത്. ഞാൻ വിചാരിച്ചു വെട്ടൂന്ന് ചോദിച്ചാൽ ലൈംലൈറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഒരു 10-13 വർഷം മുന്നേ എനിക്ക് പ്രശ്നമുണ്ട്. പ്രശ്നം എന്റെ ലൈഫില് ഇങ്ങനെ അടി ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനിയത്തിയായിട്ടുള്ള സംഭവം 2013 ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സെന്റ് സെബാസ്റ്റിൽ പഠിക്കുമ്പോൾ 2-3 പിള്ളേരെ എന്നെ ഓടിച്ചിട്ടുണ്ട്. തോമ്പടി ഫുൾ ഓടേണ്ടി തോന്നി. അനിയത്തിയെ രക്ഷിച്ചത് അനിയത്തിനെ കൈപ്പിച്ച ഓടി അനിയത്തി മാസമാണ്. കാരണം ഒരുപാട് മറ്റേ പ്രതിസന്ധിയിലൂടെ കല്ലും മണ്ണും മുള്ളും നിറഞ്ഞ വൈകളിലൂടെ വൈകളിലൂടെയൊക്കെ നടന്നിട്ടുണ്ട്. ആൾക്കാർ സോഷ്യൽ മീഡിയ വരുമ്പോൾ മാത്രമാണ് ഇപ്പൊ പ്രശ്നം വന്നത്. അതിനു മുമ്പ് തന്നെ ഒരുപാട് പ്രതിസന്ധിയും ചില സമയത്ത് ഇപ്പൊ ഒരുപാട് പെൺകുട്ടികളൊക്കെ സെൽഫ് പഠിക്കാൻ വരുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ബോയ്സ് ഉണ്ടാവില്ല സ്കൂളിൽ. അപ്പൊ ഒരുപാട് പേർക്ക് കാമുകന്മാരുണ്ടാവും. വെറുതെ ഒരു അഫെയർ ഒക്കെ ഉണ്ടാവും ചിലർക്ക്. പക്ഷേ ചിലരോട് മറ്റേ ഒരു പെണ്ണോട് നമ്മൾ വർത്താനം പറഞ്ഞു അപ്പത്തെ ഇടിക്കാം. മനസ്സിലായി? വെറുതെ അടിക്കും. കാരണം എന്റെ പെണ്ണിനോട് നോക്കിയാ മനസ്സിലായി. അങ്ങനത്തെ ഉള്ള ഉണ്ടാവും. കാരണം പെൺപിള്ളേരും ചില സമയത്ത് ഇടിക്കുന്നുണ്ട്. സ്കൂളല്ല ബിസിനസ് സ്കൂളിലാണ് പഠിച്ചത്. ബോയ്സും ഗേൾസും മിക്സഡ് ആയിട്ടുള്ള സാന്റാക്രൂസിൽ പഠിച്ചപ്പോ പണ്ട് എന്നെ മറ്റേ 5 രൂപ അടിച്ചിട്ടുണ്ട്. 5 രൂപ അടിച്ചിട്ടുണ്ട്. ഇടി കൊട്ടിട്ടില്ല ഇതുവരെ. ചിലരൊക്കെ കമന്റ് ബോക്സിൽ പറയും. കാരണം മറ്റേ എന്താ പറയാ, നിങ്ങൾ മറ്റേ കമന്റ് ബോക്സിൽ പറയും ഇവനൊരു അടിയുടെ കുറവുണ്ടെന്ന് പറയും. മരണത്തിൽ നിന്ന് വരെ നമ്മൾ ചിലപ്പോ എണീറ്റ് വന്നിട്ടുണ്ട്. കാരണം അത് 4ാമത്തെ വയസ്സിൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിപ്പോയി. അങ്ങനെ വീഗലാൻഡിൽ പോയി പണ്ട് 2005-2004 ആ കാലഘട്ടത്തിൽ തോന്നുന്നു. അപ്പൊ മറ്റേ ഞാൻ മുങ്ങിപ്പോ അമ്മ ആനിപ്പേരെ പൊക്കിയെടുത്തു. ആനിപ്പേരെ അമ്മ. അപ്പൊ അതിലേക്ക് ഞാൻ അവിടെ നിൽക്കില്ലായിരുന്നു. അപ്പൊ അവിടെ ജീവമരണ പോരാട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇത് പുതിയ ബോഡികളാണ്. കാരണം പ്രൈറ്റ് എപ്പോഴും തല്ലാൻ എന്നോട് കൂടെ നിർത്തിയേക്കണേ. ഇന്നലെ പുള്ളി ലീവായിരുന്നു. അതുകൊണ്ട് എത്ര പ്രശ്നം. അല്ലെങ്കിൽ ബൈക്കിനെ പഞ്ഞിക്കിട്ട് കൊന്നാനോ. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എന്റെ കൊച്ചിനെ തൊടുവില്ലായിരുന്നാലും ഞാൻ ഇന്ന് 2 കൽപ്പിച്ചാണ്. എന്റെ മോനെ ആരെയും തൊട്ട മോനെ എന്താ സ്നേഹത്തോടെ വിളിക്കാറ്? എന്റെ മോൻ എന്താ സ്നേഹത്തോടെ വിളിക്കാറ്? അല്ല ഞാനിന്നലെ പരിക്കോ എന്തെങ്കിലും പടം പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. കാരണം മറ്റേ നമുക്കൊരു സുരക്ഷിത വേണമല്ലോ. കാരണം ഇപ്പൊ മമ്മൂക്കാണെങ്കിൽ ലാലട്ടാണെങ്കിലും ലാലട്ടിന് അനിപ്പരമ്പവരുണ്ട് പ്രൊട്ടക്ഷന്. പിന്നെ മമ്മൂക്കയ്ക്ക് ജോർജ് ചേട്ടനുണ്ട്, അന്നു ജോസഫ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് മറ്റേ അഭിലാഷാട്ടയും കുറച്ച് പൊട്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും അധികം നേരം നിൽക്കൂല. പക്ഷെ ഈ പുള്ളി നിൽക്കും കൂടുതൽ. അതുകൊണ്ടാണ് എന്റെ കൊച്ചു അത്രയും റൈസായത്. ഇത് നമ്മുടെ ഇത് പുള്ളി വേറെ കാര്യം പറഞ്ഞത് ഇത് റസാക്കോട്ടത്തിൽ ഇറക്കിയിട്ടെ.